നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ബിനോയ് കൃഷ്ണൻ. പ്രധാന വാർത്തകൾ. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴി കടത്തിയ 10,000 ലിറ്റർ സ്പിരിറ്റ് തെന്മലയിൽ എക്സൈസ് സംഘം പിടികൂടി. 2 പേർ അറസ്റ്റിൽ. പുനലൂർ മുസാവരിക്കുന്ന് സ്വദേശിനിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച 6-അംഗ സംഘത്തെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ പുനലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കഞ്ചാവ് വിൽപ്പന സംഘത്തിലെ അംഗങ്ങൾ. കനത്ത മഴയിൽ ഉറുകുന്നിന് സമീപം മണ്ണിടിഞ്ഞ ദേശീയപാതയിൽ 6 മണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. +2 അനുവദിച്ചതിൽ കോഴ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് സൂചന നൽകി മുൻമന്ത്രി ആർ ബാലകൃഷ്ണപിള്ള. മഞ്ഞക്കാല നോബൽ സ്കൂൾ മാനേജർ കോഴ വാഗ്ദാനം ചെയ്ത് തന്നെ പലതവണ സമീപിച്ചുവെന്ന പിള്ളയുടെ വെളിപ്പെടുത്തൽ. കനത്ത മഴയിൽ ഉറുകുന്നിന് സമീപം മണ്ണിടിഞ്ഞ് ദേശീയപാതയിൽ 6 മണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. മണ്ണിടിച്ചിലിൽ ഇളകിയ കൂറ്റൻ പാറ റോഡിലേക്ക് പതിക്കാവുന്ന നിലയിലായതിനെ തുടർന്ന് അപകടം ഒഴിവാക്കുന്നതിനായി അധികൃതർ ഗതാഗതം തടയുകയായിരുന്നു. ബുധനാഴ്ച രാവിലെ 10 മണിയോടെയാണ് ഉറുകുന്ന കനാൽ പാലത്തിനു സമീപം ഹോട്ടൽ ഗ്രീൻ വാലിക്ക് എതിർവശത്ത് ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞു വീണത്. മണ്ണിടിഞ്ഞതിന് മുകളിലായി വലിയ പാറ റോഡിലേക്ക് ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലായതാണ് ഗതാഗതം തടസ്സപ്പെടുത്തിയത്. പാറ നീക്കം ചെയ്യാതെ ഗതാഗതം സാധ്യമല്ലെന്ന് സ്ഥലത്തെത്തിയ തെന്മല പോലീസ് വിലയിരുത്തി. ഇതേ തുടർന്ന് 11 മണിയോടെ കുളത്തൂപ്പുഴ സിഐ, പുനലൂർ തഹസിൽദാർ, നാഷണൽ ഹൈവേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയവർ സ്ഥലത്തെത്തി. ഒപ്പം പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തകരും ജനപ്രതിനിധികളും എത്തി. പാറ ഏതു നിമിഷവും റോഡിലേക്ക് പതിക്കാൻ സാധ്യതയുള്ളതിനാൽ പുനലൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അഞ്ചൽ വഴിയും തെന്മലയിൽ നിന്നുള്ള വാഹനങ്ങൾ കുളത്തൂപ്പുഴ വഴിയും തിരിച്ചുവിട്ടു. പാറ നീക്കം ചെയ്യുന്നതിന്റെ ചെലവ് ഏത് വകുപ്പ് വഹിക്കണം എന്നത് സംബന്ധിച്ച് തഹസിൽദാരും നാഷണൽ ഹൈവേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഒന്നാമത്തെ കാര്യം ഇപ്പൊ 2-3 മണിക്കൂറായി നമ്മളിപ്പോ ജനങ്ങളെ നമ്മളാകുമ്പോ ഇവിടെയല്ല ജനങ്ങളെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പരിഹരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയില്ല. ഇത് ആണോ വേണ്ട നമുക്കെങ്ങനെ അറിയുന്നത്? അറേഞ്ച് ചെയ്യും മാഡം, ഒരു JCB അറേഞ്ച് ചെയ്യും. ഇതിപ്പോ നമുക്ക് ഫയർഫോഴ്സ് എന്തായാലും ഓൾറെഡി ഓക്കെ ആണല്ലോ, നമുക്ക് കുഴപ്പമില്ല. ആ ഒരു യൂണിറ്റ് മതി. അത് അറേഞ്ച് ചെയ്തു. അപ്പൊ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പൊ നമുക്കാണോ അറിയുന്നത് JCB വേണോ വേറെന്തോ വേണോ? അത് കഴിഞ്ഞിട്ടേ നമുക്ക് അറിയത്തുള്ളൂ ഇത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അവരങ്ങനെ. എന്നാൽ പാറ ഉടൻ നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു. ഒടുവിൽ തുക ദേശീയപാതാ വിഭാഗം നൽകാമെന്ന ധാരണയുണ്ടായതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി പാറയ്ക്കടിയിലുള്ള മണ്ണ് ശക്തമായി വെള്ളം ചീറ്റി നീക്കം ചെയ്ത് പാറ റോഡിലേക്ക് മറിച്ചിടാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. തുടർന്ന് പാറയോട് ചേർന്നുള്ള പാലമരം വടം കെട്ടി പിഴുതുമാറ്റിയ ശേഷം പാറ മറിച്ചിടാൻ ശ്രമിച്ചതും പരാജയപ്പെട്ടു. ഒടുവിൽ ഫയർഫോഴ്സ് പിന്മാറിയപ്പോൾ ആര്യങ്കാവിൽ നിന്ന് പാറ പൊട്ടിക്കൽ സംഘമെത്തി. ഈ സമയം പുനലൂരിലും തെന്മലയിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു. ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അടക്കമുള്ള യാത്രക്കാർ ഇതോടെ ദുരിതത്തിലായി. 4 മണിയോടെയാണ് പാറ പൊട്ടിച്ച ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അടിയന്തരമായി നടപടിയെടുക്കാനോ ഫണ്ട് കണ്ടെത്താനോ കഴിയാത്തത് സർക്കാരിന്റെയും വ്യവസ്ഥിതിയുടെയും പരാജയമാണെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ ചൂണ്ടിക്കാട്ടി. പുനലൂർ മുതൽ തുടങ്ങുന്ന ദേശീയപാതയുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ വലിയ പാറകളും കുന്നുകളും ഒക്കെ ഇടിഞ്ഞ് ദേശീയപാതയിലേക്ക് വരുന്ന അവസ്ഥയാണുള്ളത്. ഇത് പരിഹരിക്കുവാൻ ഈ പാറ ഇടിഞ്ഞു വീഴുമ്പോൾ ഇത് അടിയന്തര പരിഹാരം ഉണ്ടാക്കുന്നതിന് പോലും ഫണ്ടില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അടിയന്തരമായി ഒന്നുകിൽ റവന്യൂ വകുപ്പ് അല്ലെങ്കിൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റ് ഇവർ ഇടപെട്ടുകൊണ്ട് ഈ ദേശീയപാതയിലേക്ക് ഇതുപോലെ ഉണ്ടാകുന്ന ആകസ്മിക സംഭവങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ഫണ്ട് കണ്ടെത്തി വെക്കണമെന്നാണ് ആദ്യം ആവശ്യപ്പെടാനുള്ളത്. ഇത് അടിയന്തര സ്വഭാവത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ ദേശീയപാതയിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ടും വരുന്ന വണ്ടികൾക്ക്, യാത്രക്കാർക്ക് ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയാണ്. അടിയന്തരമായി പരിഹരിക്കാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി വെക്കുകയും ചെയ്യണമെന്നാണ്. സംഭവസ്ഥലത്ത് ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം, തെന്മല ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് A. ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം VS മണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശോക് കുമാർ, പൊതുപ്രവർത്തകരായ മോഹനൻ, അജി കാർത്തിക തുടങ്ങിയവരും എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴി കടത്തിയ 10,000 ലിറ്റർ സ്പിരിറ്റ് തെന്മലയിൽ എക്സൈസ് സംഘം പിടികൂടി. 2 പേരെ അറസ്റ്റ് ചെയ്തു. പിറവന്തൂർ സ്വദേശി രൂപേഷ്, പത്തനാപുരം സ്വദേശി ശ്യാംലാൽ എന്ന് വിളിക്കുന്ന രാഹുൽ എന്നിവരാണ് പിടിയിലായത്. കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്.
ചൊവ്വാഴ്ച രാത്രി 11:30യോടെയാണ് സ്പിരിറ്റുമായി എത്തിയ ടാങ്കർ ലോറി തെന്മലയിൽ വെച്ച് പിടികൂടിയത്. 10,000 ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത്. സ്പിരിറ്റ് കായംകുളത്തേക്കാണ് കൊണ്ടുപോയതെന്നും ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴി നിരവധി തവണ സ്പിരിറ്റ് കടത്തിയിട്ടുണ്ടെന്നും പിടിയിലായവർ പോലീസിനോട് സമ്മതിച്ചു. ലോഡ് തമിഴ്നാട്ടിലെ തെങ്കാശിക്കടുത്തുള്ള ഗ്രാമത്തിൽ നിന്നാണ് എന്ന് അറിയുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ഈ ടാങ്കർ പിടികൂടാനായില്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ വൻ ഗതാഗതക്കുരുക്കായിരുന്നു എന്നതാണ് ചെക്ക് പോസ്റ്റ് വൃത്തങ്ങൾ ഇതിന് കാരണമായി പറയുന്നത്. എന്നാൽ കഴിഞ്ഞ കുറെ തവണകളായി സ്പിരിറ്റ് ഇതുവഴി കടത്തിയിട്ടുണ്ട് എന്ന ഡ്രൈവറുടെ മൊഴിക്ക് വരും ദിവസങ്ങളിൽ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർക്ക് മറുപടി പറയേണ്ടി വരും. ടാങ്കർ പുനലൂർ എക്സൈസ് ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കേരളത്തിലേക്ക് സോഡിയം സിലിക്കേറ്റ് കടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ടിൻ നമ്പർ എടുത്തിട്ട് അടൂർ സെയിൽ ടാക്സ് ഓഫീസിൽ നിന്ന് ഒരു ടിൻ നമ്പർ അനിൽകുമാറിന്റെ പേരിൽ എടുത്തിട്ട് ആ ടിൻ നമ്പർ ഉപയോഗിച്ച് ഈ വാഹനത്തിൽ സ്പിരിറ്റ് കടത്തുകയായിരുന്നു. കഴിഞ്ഞ 2 മാസത്തിനകത്ത് ഏകദേശം 15 പ്രാവശ്യമായിട്ട് 1 ലക്ഷത്തിലധികം ലിറ്റർ സ്പിരിറ്റാണ് തെക്കൻ കേരളത്തിലേക്ക് കടത്തിയിട്ടുള്ളത്. ഇത് ചെക്ക് പോസ്റ്റുകളിൽ പരിശോധിക്കുമ്പോഴൊക്കെ ഇതിൻ്റെ അറ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ സോഡിയം സിലിക്കേറ്റ് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു അറയ്ക്കകത്ത് ഏകദേശം 3000 ലിറ്ററോളം സോഡിയം സിലിക്കേറ്റ്, അതിന് പിന്നിലുള്ള ഭാഗത്ത് ബാക്കി 7000-നും 9000-നും ഇടയിൽ സ്പിരിറ്റ് ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. അതിൻ്റെ അളവ് കൃത്യമായി അളന്ന് പുറത്തേക്ക് എടുത്താൽ മാത്രമേ അതിൻ്റെ കൃത്യമായ അളവ് പറയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഇപ്പോൾ 2 പ്രതികളെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പത്തനാപുരം സ്വദേശികളായ രാഹുലും രൂപേഷുമാണ് അറസ്റ്റിലായത്. ഇവിടുന്ന് കൊണ്ടുവരുന്നത് ഇത് ഇവര് തെങ്കാശിയിൽ നിന്നാണ് ഇവരെ വണ്ടി ഏൽപ്പിച്ചു വിട്ടത്. കായംകുളം ഭാഗത്ത് എത്തിക്കുവാനാണ് ഇവരോട് പറഞ്ഞിട്ടുള്ളത്. ഇവർ ഇതിനു മുമ്പും പല പ്രാവശ്യം കായംകുളത്തും ആലപ്പുഴയിലും ചേർത്തലയിലും ഇതുപോലെ വാഹനം എത്തിച്ച് വർക്ക്ഷോപ്പുകളാണ് ഇവർ പറയുന്നത്. അപ്പോൾ ചേർത്തലയിലെ ഒരു വർക്ക്ഷോപ്പ് സർവീസ് സെന്ററാണ്, സ്റ്റേഷനാണ് പറയുന്നത്. അപ്പോൾ അവിടെയാണ് എത്തിച്ചിട്ടുള്ളത്. സാർ, ഇത് ഉന്നതതലത്തിലേക്ക് അന്വേഷണം ഇത് ഇപ്പോൾ ഇതിന്റെ അന്വേഷണം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന് ഗവൺമെന്റ് നൽകുമെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അതനുസരിച്ച് തുടരന്വേഷണം നടക്കും. കൂടുതൽ പ്രതികളെ അറസ്റ്റ് ഉണ്ടാകും. അവരെക്കുറിച്ചൊക്കെയുള്ള വിവരം ലഭ്യമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല, പുനലൂർ. പുനലൂർ മുസാവരിക്കുന്ന് സ്വദേശിനിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച 6-അംഗ സംഘത്തെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പുനലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കഞ്ചാവ് വിൽപ്പന സംഘത്തിലെ അംഗങ്ങളാണ് പ്രതികൾ. തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടെ പെൺകുട്ടിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി മാതാവ് പുനലൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയെ ടാറ്റ സുമോയിൽ തട്ടിക്കൊണ്ടുപോയതായി വിവരം ലഭിച്ചു. തുടരന്വേഷണത്തിനൊടുവിൽ ചൊവ്വാഴ്ച രാത്രി വാഹനം സഹിതം പെൺകുട്ടിയെയും പ്രതികളെയും തെന്മലയിൽ നിന്നാണ് പിടികൂടിയത്. കേളങ്കാവ് സ്വദേശി സുജിത്, വിളക്കുപാറ സ്വദേശി നിയാസ്, മണിയാർ സ്വദേശികളായ സിജു, രതി എന്ന് വിളിക്കുന്ന രതീഷ്, പുനലൂർ സ്വദേശി വട്ട് ഷഫീഖ് എന്ന് വിളിക്കുന്ന ഷഫീഖ്, കേളങ്കാവ് സ്വദേശി സതീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. പുനലൂർ ഡിവൈഎസ്പി NA ബൈജുവിന്റെ നേതൃത്വത്തിൽ CI അരുൺ KS, SI TS ശിവപ്രകാശ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ചന്ദ്രമോഹൻ, K അമീൻ, രാജീവ്, പ്രഭാകരൻ പിള്ള, അനിൽ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കനത്ത മഴയിൽ തെന്മല പരപ്പാർ ഡാമിലെ ജലനിരപ്പ് ഉയർന്നു. ഡാമിന്റെ സംഭരണശേഷിയിൽ നിന്ന് 12 സെന്റിമീറ്റർ കൂടുതലാണ് നിലവിലെ ജലനിരപ്പ്. ഷട്ടറുകൾ 45 സെന്റിമീറ്റർ വീതം തുറന്നിട്ടുണ്ട്. കല്ലറയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. ജലനിരപ്പ് 115.35 മീറ്റർ എത്തിയപ്പോൾ തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെ ഷട്ടർ തുറന്നിരുന്നു. പിന്നീട് ബുധനാഴ്ച വൈകുന്നേരത്തോടെ ജലനിരപ്പ് 115.94 മീറ്ററായി ഉയർന്നപ്പോൾ ഷട്ടറുകൾ 45 സെന്റിമീറ്റർ വീതം തുറക്കുകയും ചെയ്തു. ഡാമിന്റെ പൂർണ്ണ സംഭരണശേഷിയായ 115.82 നിന്ന് 12 സെന്റിമീറ്റർ കൂടുതലാണ് നിലവിലെ ജലനിരപ്പ്. കനത്ത മഴയും ഉമയാർ ഭാഗത്തുണ്ടാകുന്ന ഉരുൾപൊട്ടലുമാണ് ഡാമിലേക്ക് ജലം ക്രമാതീതമായി ഒഴുകിയെത്താൻ കാരണമാകുന്നത്. നിലവിൽ മണിക്കൂറിൽ 2.5 സെന്റിമീറ്റർ അളവിലാണ് ജലം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. ഡാം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഗീതാഭായി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അച്ഛൻകുഞ്ഞ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോസ് തുടങ്ങിയവർ എത്തിയാണ് ഷട്ടറുകൾ കഴിഞ്ഞ ദിവസം തുറന്നത്. ഷട്ടറുകൾ 45 സെന്റിമീറ്റർ വീതം തുറന്നിരിക്കുന്നതിനാൽ കല്ലടയാറ്റിൽ പുനലൂർ ഭാഗത്തേക്ക് ആറ് നിറഞ്ഞൊഴുകുകയാണ്. ഡാമിന്റെ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഷട്ടറുകൾ കൂടുതൽ വ്യാപ്തിയിൽ തുറക്കേണ്ടി വരുമെന്നാണ് KIP അധികൃതർ അറിയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂർ നഗരസഭ സംഘടിപ്പിക്കുന്ന ഓണം ഫെസ്റ്റ് 2014ന്റെ ഔപചാരികമായ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും. ചെമ്മന്തൂരിലെ നഗരസഭാ സ്റ്റേഡിയത്തിൽ മന്ത്രി KM മാണി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 15 വരെ വൈവിധ്യമാർന്ന പരിപാടികളോടെ നീളുന്ന ഓണം ഫെസ്റ്റ് 4 വൈകിട്ട് 4 മന്ത്രി KM മാണി ഉദ്ഘാടനം ചെയ്യും. കുടുംബശ്രീ വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന ഘോഷയാത്രയ്ക്ക് ശേഷമാണ് ഉദ്ഘാടന ചടങ്ങ്. ഘോഷയാത്രയെ 101 വിദ്യാർത്ഥിനികൾ അണിനിരക്കുന്ന തിരുവാതിര സംഘം ഫെസ്റ്റ് വേദിയിൽ സ്വീകരിക്കും. തുടർന്നാണ് ഉദ്ഘാടന ചടങ്ങ്. ഉദ്ഘാടനത്തിന് ശേഷം പിന്നണി ഗായിക റിമി ടോമി നയിക്കുന്ന ഗാനമേളയും ഉണ്ടാവും. കുടുംബശ്രീ ഘോഷയാത്രയെ സ്വീകരിക്കുന്ന തിരുവാതിര സംഘം ബുധനാഴ്ച അവസാനവട്ട പരിശീലനം നടത്തി.
ന്യൂസ് ബ്യൂറോ, പുനലൂർ. +2 അനുവദിച്ചതിൽ കോഴ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായ സൂചന നൽകി മുൻമന്ത്രി ആർ ബാലകൃഷ്ണപിള്ള. മഞ്ഞക്കാല നോബിൾ സ്കൂൾ മാനേജർ കോഴ വാഗ്ദാനം ചെയ്ത് തന്നെ പലതവണ സമീപിച്ചതായി പിള്ള വെളിപ്പെടുത്തി. തങ്ങളുടെ സ്കൂളിന് ഹയർ സെക്കൻഡറി അനുവദിച്ചു നൽകിയാൽ 4 അധ്യാപക നിയമനം ഉൾപ്പെടെ ലക്ഷങ്ങൾ തരാമെന്ന് മഞ്ഞക്കാല നോബിൾ സ്കൂൾ മാനേജർ പറഞ്ഞതായാണ് ആർ ബാലകൃഷ്ണപിള്ള വെളിപ്പെടുത്തിയത്. തലവൂർ ദേവിവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് +2 അനുവദിക്കരുതെന്നും മഞ്ഞക്കാല നോബിൾ സ്കൂളിന് മാത്രം +2 അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് നിരവധി തവണ ഈ സ്കൂൾ മാനേജർ തന്നെ സമീപിച്ചെന്നും ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞു. ഇതിനായി വലിയ രാഷ്ട്രീയ സമ്മർദ്ദവും ഇദ്ദേഹം ചെലുത്തി. ദേവിവിലാസത്തിന് അർഹതപ്പെട്ടതുകൊണ്ടാണ് ഹയർ സെക്കൻഡറി ഡയറക്ടർ +2 അനുവദിച്ചതെന്നും സ്കൂളിനെതിരായി നടക്കുന്ന ആരോപണങ്ങൾ ശരിയല്ലെന്നും പിള്ള പറഞ്ഞു. പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. ഈ മാനേജർ എന്നെ കാണാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു, 2ഓ 3ഓ നിയമനം പാർട്ടിക്ക് നടക്കുക. അദ്ദേഹത്തിന് ഈ കാശ് കൊടുത്തുള്ള പരിപാടി അറിയത്തുള്ളൂ, അല്ലാതെ വേറെ പരിപാടി അറിയാത്ത ആളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കാശൊന്നും ഇതുവരെ സംഭാവന പോലും വാങ്ങിക്കാതെ പ്രസ്ഥാനം കൊണ്ട് കിടക്കുന്ന ആളാണ്. നിങ്ങൾക്ക് തരാൻ പറ്റുകയാണ്. കാരണം NSS കരയോഗങ്ങളുടെ വകയായ ഒരു ഹൈസ്കൂളൊക്കെ ഉണ്ട്. അവർക്ക് ഇത് കൊടുക്കാൻ പറ്റും. പഴയ സ്കൂളാണ്, നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ഇപ്പൊ രൂപയായിട്ടാണെങ്കിൽ ഒരുമാതിരിപ്പെട്ടവനൊക്കെ വീണുപോകും. വക്കം പുരുഷോത്തമം വരെ വീണുപോയി. ഇതില് രൂപയായിട്ടാണെങ്കിൽ 1 1.5 കോടി അങ്ങ് തരാം. പള്ളിക്കൂടം ഞാൻ അനുവദിച്ചാൽ മതി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ പറ്റി അറിയില്ല, ചെറിയകിഴി ജനിച്ചോളാണ്. എന്റെ മൂല ഇപ്പോഴും വിറ്റാൽ അച്ഛൻ തന്നത് ഒരു മൂല വിറ്റാൽ 2 കോടിയോ 3 കോടിയോ ഉണ്ട്. വിറ്റുകൊണ്ടിരിക്കുക. ഇത് അതിജീവിക്കാൻ പണം കഴിഞ്ഞില്ല. ഭരിക്കുന്ന ഞാൻ തുറന്നിപ്പോഴാ പറയുന്നത്, ഭരിക്കുന്ന കക്ഷിയായ മുസ്ലിം ലീഗിനെ പിടിച്ചു. അവരെ തലവൂർ സ്കൂളിന്റെ പേര് വെട്ടി മഞ്ഞക്കാലയുടെ പേരാക്കി. പക്ഷെ ഇവിടെ ചിലത് അറിയുന്നുണ്ടായിരുന്നു. ഈ കരയോഗങ്ങളിൽപ്പെട്ട ഒരു പ്രമാണി, ദേവസ്വം കരയോഗത്തിന്റെ അയാൾ അന്നേരം തന്നെ എല്ലാവരെയും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ തലൂർ പോയി പള്ളിക്കൂടം മഞ്ഞക്കാലത്ത്. ആരാന്ന് ഞാൻ പറയുന്നില്ല, അവൻ എല്ലാ പാർട്ടിയിലും സേവനം നടത്തിയിട്ടുള്ള ഒരുതരാണ്. അപ്പോ അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയോട് തന്നെ പറഞ്ഞ്, ഞാൻ തന്നെ പറഞ്ഞ് ലിസ്റ്റ് വരുത്തി ഇത് വെട്ടിയിട്ട് നിയമവിരുദ്ധമാണ്, DVHSനാണ് കൊടുക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രി കൊണ്ടിരിച്ചു. അതിന് ഞാൻ മറ്റൊരു കാര്യം ചെയ്യും. എന്റെ കൂടെ 6 കൊല്ലം ജോലി ചെയ്ത IAS ഉദ്യോഗസ്ഥനാണ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഡയറക്ടറായ സതീശൻ. അയാളാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുപ്രീം കോടതി നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർ. 2 പേരാണ്. ഞാൻ സതീശനെ കൊണ്ട് ഇത് 6 അംഗങ്ങളുടെ ഒരു കമ്മിറ്റി വെച്ച് ഈ സ്കൂളിന്റെ പേര് ശുപാർശ ചെയ്യിച്ച് നേരത്തെ വെച്ച്. എനിക്കറിയാം ഇന്നിപ്പോ നമ്മൾ രക്ഷപ്പെട്ടത്. ഹൈക്കോടതി വന്നപ്പോൾ ഡയറക്ടർ ശുപാർശ ചെയ്ത പള്ളിക്കൂടങ്ങൾക്ക് മാത്രം മതി, ബാക്കിയൊക്കെ അതിന്റെ മേലെ ചെരുവി വെച്ചാൽ മതി. ഇപ്പൊ എടുക്കേണ്ടത് ഇന്നും ഹൈക്കോടതി പറഞ്ഞു. ഒരു പള്ളിക്കൂടവും വേറെ ഇല്ല. ഹയർ സെക്കൻഡറി ഡയറക്ടർ ശുപാർശ ചെയ്തത് DVHS ആണ്. തലവൂരിലെ NSS കരയോഗം അംഗങ്ങളുടെ തൊഴുത്തിൽ കുത്ത് മാറിയാലേ സമുദായം രക്ഷപ്പെടുകയുള്ളൂ എന്നും പിള്ള പറഞ്ഞു. നടുത്തേരി 179 നമ്പർ ശ്രീകൃഷ്ണവിലാസം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിന്റെ ഭാഗമായി കരയോഗം അംഗങ്ങൾക്കുള്ള വാർദ്ധക്യ പെൻഷൻ വിതരണവും ഓണക്കിറ്റ് വിതരണവും നടന്നു. കരയോഗം പ്രസിഡന്റ് T ശശിധരൻ, സെക്രട്ടറി SK ബിനുകുമാർ, G അശോക് കുമാർ, NP ഗോപിനാഥപിള്ള, C മനോജ് കുമാർ, R രതീഷ്, PK രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. CPM DYFI പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ അച്ചൻകോവിലിൽ നിർധന കുടുംബത്തിന് കിടപ്പാടമായി. പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ പുതിയ വീടിന്റെ താക്കോൽ കൈമാറി. അച്ചൻകോവിൽ പടിഞ്ഞാറ് ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിന് സമീപം താമസിക്കുന്ന ശ്യാമളയുടെ ക്യാൻസർ രോഗിയായ മകൾ ഷിനിക്കാണ് CPM DYFI പ്രവർത്തകരുടെയും സുമനസുക്കളുടെയും കാരുണ്യത്തിൽ തലചായ്ക്കാൻ ഇടമായത്. പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനം CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ നിർവഹിച്ചു. വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അച്ചൻകോവിലെ CPM DYFI സംഘങ്ങൾ ഏറ്റെടുത്തത്. അപ്പോൾ ആ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്തതിൻ്റെ ക്രെഡിറ്റ് അവർക്കും, ആ ഉത്തരവാദിത്വം പൂർത്തിയാക്കാൻ വേണ്ടി കൈയയച്ച് സംഭാവനകൾ നൽകിയ ഒട്ടേറെ സുമനസ്സുകളുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് അവർക്കുമാണ്. അത് ഈ ഇവിടുത്തെ നമ്മുടെ ഫോറസ്റ്റിലെ ജീവനക്കാർ, അതേപോലെ തന്നെ നിരവധി ആളുകൾ ആ കാര്യത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും അത്തരം ആളുകളെ എല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇതേപോലെയുള്ള ഒരു കാര്യം ഏറ്റെടുക്കാൻ വേണ്ടി DYFIയും CPMഉം തീരുമാനിച്ചത്
അത്യന്തം അവരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. പണി പൂർത്തീകരിക്കുന്നതിനായി പാർട്ടി പ്രവർത്തകരെ ഏകോപിപ്പിക്കുകയും വീടിന്റെ നിർമ്മാണത്തിൽ കാര്യമായി സഹായിക്കുകയും ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു പാലസിനെ ഡിവൈഎഫ്ഐ പുനലൂർ ഏരിയ സെക്രട്ടറി ശരൺ ശശി പൊന്നാട അണിയിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ ആർ സുരേഷ്, മത്തായി തോമസ്, ഡിവൈഎഫ്ഐ വില്ലേജ് സെക്രട്ടറി പ്രശാന്ത്, സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിമാരായ സാനു ധർമ്മരാജ്, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. കിളിമാനൂർ ലാലൂർക്കാവ് ശ്രീശങ്കര വിദ്യാപീഠത്തിലെ ഹെൽത്ത് റെഡ് റിബൺ NSS ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ ചിതറയിലെ നിർധന കുടുംബത്തിന് ധനസഹായം വിതരണം ചെയ്തു. ചിതറ ഗ്രാമപഞ്ചായത്തിലെ കൊച്ചാലുമൂട് സ്വദേശി ബാലുവിന്റെ കുടുംബത്തിനാണ് ലാലൂർക്കാവ് ശ്രീശങ്കര വിദ്യാപീഠം തുണയായത്. അസുഖം ബാധിച്ച് മരണത്തിനു കീഴടങ്ങിയ ബാലുവിന്റെ ഭാര്യയുടെയും 2 കുട്ടികളുടെയും ചെലവുകൾ ക്ലബ്ബ് വഹിക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസം ഇവർ ഏറ്റെടുത്തു. ക്ലബ്ബുകളുടെ കോർഡിനേറ്ററും അധ്യാപികയുമായ MR ശൈലജയുടെ നേതൃത്വത്തിൽ കുട്ടികൾ കൊണ്ടുവന്ന പഠനോപകരണങ്ങളും ഓണക്കിറ്റുകളും ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ കുടുംബത്തിന് കൈമാറി. ജീവിതം വഴിവെട്ടിപ്പോയി എന്ന് പ്രയാസപ്പെടുന്ന ഒരു ജനതയെ സഹായിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം ജീവിതത്തിലെ ഏറ്റവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലുതായി ഞങ്ങൾ കാണുന്നു. ഈ യുവാക്കളിൽ ഈ മഹത്തായ ഒരു ആശയം രൂപീകൃതമാകുന്നത് തന്നെ ഏറ്റവും മഹത്തരമാണ്. ഒന്നുമില്ലായ്മയിൽ ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്ന ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ എല്ലാം ഒത്തുചേരലിന്റെ ഫലമായി നല്ലൊരു നാളെക്കുറിച്ചുള്ള പ്രതീക്ഷ അവരിൽ നാമ്പിടുകയാണ്. ബാഗുകളും കുടകളും പുസ്തകങ്ങളും അടക്കം പഠനോപകരണങ്ങളും ഓണക്കിറ്റുകളും ധനസഹായവും വിതരണം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തലവരമ്പ് അൻസർ, ക്ലബ് പ്രതിനിധികളായ റീനാമോൾ N, ശ്രീനിധി AS, സമീറ M, ശ്രുതി കൃഷ്ണൻ, ലക്ഷ്മി റാവു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴി കടത്തിയ 10,000 ലിറ്റർ സ്പിരിറ്റ് തെന്മലയിൽ എക്സൈസ് സംഘം പിടികൂടി. 2 പേർ അറസ്റ്റിൽ. പുനലൂർ മുസാവരിക്കുന്ന് സ്വദേശിനിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച 6 അംഗ സംഘത്തെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ പുനലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കഞ്ചാവ് വിൽപ്പന സംഘത്തിലെ അംഗങ്ങൾ. കനത്ത മഴയിൽ മുറുകുന്നിന് സമീപം മണ്ണിടിഞ്ഞ ദേശീയപാതയിൽ 6 മണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. +2 അനുവദിച്ചതിൽ കോഴ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് സൂചന നൽകി മുൻമന്ത്രി R. ബാലകൃഷ്ണപിള്ള. മഞ്ഞക്കാല നോബൽ സ്കൂൾ മാനേജർ കോഴ വാഗ്ദാനം ചെയ്ത് തന്നെ പലതവണ സമീപിച്ചുവെന്ന പിള്ളയുടെ വെളിപ്പെടുത്തൽ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevartha.com സന്ദർശിക്കുക. നമസ്കാരം.